ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരല്പം കൂടുതൽ ഒഴിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ചതച്ചതും 4 വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പച്ചമുളക് 3 അല്പം കറിവേപ്പില, ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കണം. നല്ലോണം വഴണ്ടി വന്ന് ഉള്ളിയൊക്കെ ബ്രൗൺ നിറമാവൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കണ്. തക്കാളിയും ഒന്ന് വെന്ത് കിട്ടണം. തക്കാളി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റാം. പലരും പല രീതിയിലായിരിക്കും മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റാം. പച്ചമണമൊക്കെ മാറി മൂത്തൊരു സ്മെല്ല് വരുമ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചാണ് 2 ചെറിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുള്ളൂ. അതും പിന്നെ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാനായി വയ്ക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ. കറി തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കാം. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. 400 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി ചേർത്ത കറി ആയതുകൊണ്ട് നമ്മൾ കറിയൊക്കെ വറ്റി വന്നതിന് ശേഷം പുളിയൊക്കെ പാകമാണെങ്കിൽ പുളി എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുടംപുളിയുടെ പുളി ഒന്നും കൂടെ ഇറങ്ങിയിട്ട് കറി കൂടുതൽ പുളി ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കറി ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി ഒന്ന് കുറുകി വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി ഒരു അല്പസമയം വയ്ക്കുമ്പോൾ തന്നെ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.